ഇപ്പം അച്ഛൻ പറഞ്ഞു, ഇപ്പം എനിക്ക് ഒരു ടൈം ട്രാവൽ അല്ലെങ്കിൽ അങ്ങനെ മിഷൻ കിട്ടുവാണെങ്കിൽ എനിക്ക് സെമിനാറിലേക്ക് തിരിച്ചു പോകാനാണ് താല്പര്യം. പൊതുവേ ഇപ്പം ഞാനടക്കം എനിക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു സെമിനാരി ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര പാടാന്നാണ് പൊതുവേ എനിക്കൊക്കെ കിട്ടിയേക്കുന്ന ഒരു അറിവാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോ ഞാൻ അതാണ് ഷോക്ക്, ഇത്രയും ബ്യൂട്ടിഫുൾ ആണോ. സ്ട്രിക്ട്നെസിനെക്കാട്ടും നല്ല ബ്യൂട്ടിഫുൾ വാക്ക് എന്നറിയോ, ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിസിപ്ലിൻ. അപ്പൊ അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ ചിലപ്പോൾ അതിന് നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, പുറത്തോട്ടൊന്നും ഇറങ്ങാത്തൊരു അടച്ചിട്ട ഒരു സ്പിരിച്വൽ ജയിൽ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അത് അങ്ങനെ അല്ല. ഡിസിപ്ലിൻ ഇഷ്ടപ്പെടണം. തുടക്കത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ 5 മിനിറ്റ് മിരിമിരുത്തോണ്ടിരിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. അടങ്ങിയിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം, പക്ഷെ ഒറ്റയ്ക്കായിരിക്കണം എന്നുള്ള ഒരു ടൈപ്പാണ് ഞാൻ. ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലായിരുന്നു. രാവിലെ 5:30, ഇട ദിവസങ്ങളിൽ രാവിലെ 5:30 മണി മുഴങ്ങും. ആ മണി മുഴങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ മരിച്ചാൽ മതി എന്ന് വിചാരിക്കും. വീട്ടില് നമ്മൾ എങ്ങനെയോ രക്ഷപ്പെട്ടിട്ടാണ് പഠിത്തമൊക്കെ അങ്ങനെ തീർത്തു. രാവിലെ അമ്മ അപ്പനൊക്കെ വന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും. സെമിനാറിൽ എല്ലാവരും കൂടെ ആദ്യത്തെ ഒരു ആഴ്ച ചിലപ്പോൾ ഒരു ഇച്ചിരി സ്ട്രഗിൾ ഒക്കെ ആയിരിക്കും. എത്ര മണിക്കാ? 5:30ക്കാണോ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും അങ്ങനെയാന്ന് തോന്നുന്നു. ഇട ദിവസങ്ങളിൽ 5:30ക്കും ഞായറാഴ്ചകളിൽ 6 മണിക്കും എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ മൈനർ സെമിനാറിൽ പഠിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണല്ലോ. 10-70 പേര് ഞാൻ എന്റെ ബാച്ചിൽ ഉണ്ടായിരുന്നു സെമിനാറിൽ ചേരുമ്പോൾ. എല്ലാവരും കൃത്യസമയത്തുള്ള ഭക്ഷണമോ പ്രാർത്ഥനയോ ക്ലാസ്സുകള് ഗെയിംസ്, അത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞു വർക്കുകള്, ജോലിയെല്ലാം ഇപ്പൊ സെമിനാറിലെ കുഞ്ഞു കുഞ്ഞു ജോലികൾ ഒക്കെ എല്ലാം ഒരുമിച്ച് ചെയ്യുന്നു. വൈകുന്നേരത്തെ രാത്രിത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരുമിച്ച് എല്ലാവരും കൂടെ ഉറങ്ങാനൊക്കെ പോകുന്നു. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ബ്യൂട്ടിഫുൾ ലൈഫ്. ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ, ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു പകരും പലതിനമോർത്തിടവേ. പണ്ടു പണ്ടേ പൂത്ത മലരുക